പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണം നമ്മൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടിയവരാണ്. അങ്ങനെ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന അവസരത്തിലാണ് ആ ഭീകരാക്രമണത്തിൻ്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ കണ്ട ഈ ബോംബ് സ്ഫോടനം? ഉറച്ചുയർന്നു നിൽക്കുന്ന സ്ഫോടനത്തിൻ്റെ പേരിൽ ഭാരത സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടാകാം. തുടർച്ച എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം തുടർച്ച നടത്താനുള്ള ഒരു തൻ്റെയുടെ അവർക്കില്ല. കാരണം അവരുടെ താവളങ്ങൾ മുഴുവൻ ഏകദേശം നശിപ്പിച്ചു കഴിഞ്ഞു ഭാരതത്തിൻ്റെ സേന. പക്ഷേ ബാക്കി ശേഷിക്കുന്ന ആൾക്കാർ സെൻറ്റർ ഭാരതത്തിൻ്റെ ആക്കി. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭാരതത്തിൽ സെൻറ്ററാക്കിക്കൊണ്ട് നടത്തി. അതിനിവർക്ക് പിന്തുണ കിട്ടുന്നത് ഭാരതത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ സ്ഫോടനം കഴിഞ്ഞ് ഉടനെ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്താ? ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രീണനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവരുദ്ദേശിച്ചിരുന്നത് എന്തായിരിക്കണം? ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആളുകളാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഗൂഢാലോചന നേരത്തെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചു. ആ ഫ്രെയിം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത് നടന്നതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. ഇതിൽ മാത്രമല്ല, പാകിസ്ഥാൻ അതിൻ്റെ പിന്നിലുണ്ട്, അത് ശരിയാണ്. പക്ഷേ സാധാരണക്കാരല്ലല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരും മരണപ്പെട്ട ആളും കാറ് സംഘടിപ്പിച്ച ആളും ഇതാരും സാധാരണക്കാരല്ല. അസാധ്യ ബുദ്ധി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതൊരു മുസ്ലിം രാജ്യമായി, മുസ്ലിം ലോകമായി മാറണം എന്നാഗ്രഹിക്കുന്ന, തികച്ചും ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വലിയൊരു ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അവിടെ ചിന്തിക്കേണ്ടത് അതാണ്. കാരണം ഡോക്ടർമാർ, ഡോക്ടറേറ്റ് ഉള്ളവർ, ശാസ്ത്രജ്ഞന്മാരായി നിലനിൽക്കേണ്ടവർ ഇത്തരം ആളുകളാണ്. പക്ഷേ അത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. ഇവരെല്ലാവരും ഈ ഭാരതത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ളതും കൂടിയിട്ടാണ് മറ്റൊരു പ്രത്യേകത. അവിടേക്കല്ലേ ശരിക്കും വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാനാണ് പിന്നിൽ. അതാണല്ലോ ഇപ്പം ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാൻ ഭീകരന്മാർ ബംഗ്ലാദേശ് സെൻറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റർ ആക്കിയതും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഈ ബുദ്ധിജീവികളായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ബുദ്ധിയും സ്വയം ഞങ്ങൾക്ക് ആഹുതി ചെയ്യാം, സ്വയം എന്തിനു വേണ്ടി? നാടിന് വേണ്ടിയിട്ടല്ല, ഇസ്ലാം രാഷ്ട്രത്തിന് വേണ്ടി, മുഹമ്മദിനു വേണ്ടി, ഖുറാന് വേണ്ടി, ഖുറാൻ്റെ ചിന്തയ്ക്ക് വേണ്ടി, ഈ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ. പക്ഷേ ഇനി ഇതിനകത്ത് നമുക്ക് അതിർത്തിയിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തിയപ്പോൾ നമ്മൾ തക്കതായ മറുപടി കൊടുത്തു. ഇവിടെ നമ്മൾ ഏത് തരത്തിലുള്ള സമീപനമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് താക്കീത് കൊടുക്കും. ഞാൻ പറയുമ്പോൾ ആരാണോ ഇവരെ ഉപയോഗിക്കുന്നത്, ആരാണോ ഇവർ വളർത്തുന്നത്, ആ ഭാരതത്തിലാണെങ്കിൽ ഭാരതത്തിൽ കർശനമായിട്ടുള്ള പഴുതടച്ച അന്വേഷണം നടത്തും എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതെ, പഴുതടച്ച അന്വേഷണം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി പഴുതടച്ച അന്വേഷണം വെറുതെ അന്വേഷണം മാത്രമായിരിക്കില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ആരും ചിന്തിക്കാത്ത വിധത്തിലല്ലേ പാകിസ്ഥാന് നേരത്തെ മറുപടി കൊടുത്തത്. അതേപോലെ ആരും ചിന്തിക്കാത്ത വിധത്തിലുള്ള മറുപടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഉണ്ടാകും. കാരണം നിരപരാധികളായുള്ള ആൾക്കാരാണ് മരണപ്പെട്ടത്. അതിലേതാണ് പേരുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ആ ഇതിൻ്റെ മുമ്പിലായി എത്തി, ട്രാഫിക് സിഗ്നലിൻ്റെ മുമ്പിൽ ആ സിഗ്നൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കാറ് മുമ്പോട്ട് പോകുമായിരുന്നു. സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കണ്ടമാനം ആൾക്കാരുള്ള സ്ഥലത്തേക്കല്ലേ ഇവർ ലക്ഷ്യമിട്ടത്. ഇതിലും കൂടുതൽ മരണസംഖ്യ വളരെ ഉയർന്നതായിരുന്നു. അപ്പം നിർണ്ണയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 13 പേര് നോക്കിയാണ് ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട്. ഇനിയും കൂടാം. ഏതായാലും ഇതിലൊക്കെ എത്രയോ ഇരട്ടി കൂടുമായിരുന്നു അവർ ലക്ഷ്യസ്ഥാനം. രണ്ടാമത് ഇവർ ചിന്തിച്ചത് ഭാരതത്തിനെ മുഴുവൻ വിറപ്പിക്കുക എന്നുള്ളതുകൊണ്ടാണ്
അതുകൊണ്ടാണ് പാർലമെന്റ് മന്ദിരത്തിൻ്റെ വളരെ അടുത്ത് ഈ സ്ഫോടനം നടക്കാൻ കാരണം. വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങോട്ടും കടക്കും എന്നുള്ള ഒരന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഭരണകൂടത്തെ മാത്രമല്ല ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ വിറപ്പിക്കാം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എത്തി ഇല്ലേ? അതെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വിവരം അറിഞ്ഞ ഉടനെ അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി. അതിനുശേഷം അദ്ദേഹം സ്ഥലം സന്ദർശിച്ചു. ഇതിൻ്റെ ഇടയിൽ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് എടുത്തു. ഇതെല്ലാം കൂടി കണക്കാക്കുന്ന സമയത്ത് ആക്ഷൻ നല്ല വിധത്തിൽ ഭാരതവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കെതിരെ അതോടൊപ്പം ഇതിൻ്റെ താവളങ്ങൾക്കെതിരെ നടക്കാം എന്ന് നമ്മൾ ഊഹിക്കേണ്ടിയിരിക്കും. ഇത്രയും നാളത്തെ ഈ സർക്കാരിൻ്റെയും ഈ ആഭ്യന്തരമന്ത്രിയുടെയും എല്ലാം ചിന്ത കൂട്ടിക്കൂടി ചേർക്കുന്ന സമയത്ത് തോന്നുന്നത് അതാണ്. കർശന നടപടി ഉണ്ടാവും എന്നാണ് ചിന്തിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരൊറ്റ കാരണത്തിലൂടെ ഇനിയിപ്പോൾ രാജ്യം അതീവ സുരക്ഷയിലും ജാഗ്രതയിലും നീങ്ങേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ശരിയാണ്. കാരണം ഇന്നലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ, വിമാനത്താവളങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ എല്ലാം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലടക്കം ഡോഗ് സ്ക്വാഡ് അടക്കം. കാരണം കേരളം ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങളിൽ ഒന്നല്ലേ? ആണ്. സുരക്ഷിതമായി ഇവർക്ക് ജീവിക്കാനുള്ള. ബംഗ്ലാദേശികളെ കൂടിയിട്ട് ഇവിടെ കൊണ്ടുപോകാൻ താമസിപ്പിച്ചവർക്ക് വോട്ടവകാശം നേടിക്കൊടുക്കുന്ന സ്ഥലമല്ലേ? ആ ഭീകരവാദികൾ ട്രെയിനിങ് നടത്തുന്ന ബംഗ്ലാദേശികളിൽ നിന്ന് ട്രെയിനിങ് സിദ്ധിച്ചവരല്ലേ ബംഗ്ലാദേശികളിലേക്ക് വന്നത്? അത്തരം ആൾക്കാർ തന്നെയല്ലേ കേരളത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്നിരിക്കുന്നത്? നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ആകെ ജനസംഖ്യയേക്കാൾ ഈ ആധാർ കാർഡ് ഇന്ന് കേരളത്തിൽ കണ്ടെത്തിയില്ലേ? 3.6 കോടിയാണ് ഇവിടുത്തെ ടോട്ടൽ ജനസംഖ്യ. പക്ഷേ ആധാർ കാർഡ് അത്രയും 4 കോടി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതെവിടുന്ന് വന്നു? അവർക്ക് ആധാർ കാർഡ് ആര് സൃഷ്ടിച്ചു കൊടുത്തു? അപ്പം ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന കേരളത്തിൽ, ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ബംഗ്ലാദേശിൽ, അടുത്ത പ്രദേശങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകാം, ആസാം എല്ലാം ഉണ്ട്. പക്ഷേ അശ്രദ്ധയോട് കൂടിയിട്ടല്ല, ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാണ് ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി. കേരളത്തിൽ ഇത് തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കാര്യമായിട്ട് താവളമാക്കുന്ന പ്രദേശങ്ങളിൽ ഈ വരുന്നവരാരും കേരളത്തിനെ രക്ഷിക്കാനോ ജോലി ചെയ്യാനാണെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പം കാര്യമായി നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ, അതീവ സുരക്ഷ ഒരുക്കുകയാണെങ്കിൽ, ശ്രദ്ധ അതിൽ നിന്ന് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം നീങ്ങണം, നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ശബരിമല തീർത്ഥാടന കാലം കൂടി വരികയാണ്. കാരണം നമുക്കറിയാം കേരളത്തിലെ ജനസംഖ്യയോളം തന്നെ ഒരു തീർത്ഥാടന കാലത്ത് അവിടെ എത്തുകയാണ്. അപ്പം ഇതിലും വലിയ ഒരു ജാഗ്രതയിലേക്കാണ് മാറേണ്ടത്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, വല്ല ജാഗ്രത ആ സമയത്ത് ഉണ്ടായിരുന്നു. ശബരിമല ഇപ്പം പ്രത്യേകിച്ചും. കാരണം ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ അതിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുണ്ടാവും. കാരണം എല്ലാ ഭാഗത്തും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ജാഗ്രത ശബരിമല കാര്യത്തിൽ പാലിക്കണമെന്ന് പറഞ്ഞ സമയത്ത് എന്തെല്ലാം വേണം? ഒരു പ്രസിഡന്റ് മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ കച്ചവടക്കാർ, അത് ശബരിമല മാത്രമല്ല, ശബരിമലയിലേക്ക് വരുന്ന വഴികളുണ്ട്. അതെ, ആ വഴികൾ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് പോകേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? അതിൽ കോട്ടയം ജില്ലയിൽ പ്രധാനമായിട്ട്, പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായിട്ട്, തൃശ്ശൂർ ജില്ലയിലെ ചില പ്രധാന സ്ഥലങ്ങൾ, ഗുരുവായൂരടക്കം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് എവിടെയൊക്കെ ഭക്തർ പോകുന്നുണ്ടോ ആ സ്ഥലങ്ങൾ മുഴുവൻ പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ, തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഈ അടങ്ങുന്ന സ്ഥലങ്ങളിൽ. പക്ഷെ നമുക്കൊരു കാര്യം വേറെ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുഴുവൻ സ്ഫോടനവും വിധ്വംസ പ്രവർത്തനവും നടത്തി കേരളത്തിൽ താമസിക്കുക, അവർക്ക് സുരക്ഷ ഒരുക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പെട്ടെന്ന് അവർ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കും എന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് സുരക്ഷിതമാണ് കേരളം.
അവർക്ക് സുരക്ഷിതമാണ് കേരളം. അപ്പോൾ അവർ കുറച്ചും കൂടിയും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം കേരളത്തിൽ ഉണ്ടാക്കാം എന്നുകൂടി അവർ ബുദ്ധി കൊണ്ട് ആഗ്രഹിക്കുന്നവരാവും. അതുകൊണ്ട് കേരളത്തിൽ അവർ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശബരിമല ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ആളുകളുള്ള, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൻ്റെ. അതുകൊണ്ട് ശബരിമലയിലെ ഒരു പ്രശ്നം ഭാരതത്തിനെ മുഴുവൻ ബാധിക്കും. അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം കർശനമായിട്ടുള്ള, നേരത്തെ ഭാരത ആഭ്യന്തര മന്ത്രി പോലെ പഴുതടച്ച അന്വേഷണം, പഴുതടച്ച ജാഗ്രത അത് സമൂഹത്തിനും കൂടി ഉണ്ടാകണം. വെറും ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമല്ല, സർക്കാരിന് മാത്രമല്ല, സമൂഹത്തിന് ജാഗ്രത ഉണ്ടാകേണ്ട ഒരു സമയമാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന സമൂഹത്തെ. അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.